നമസ്കാരം. ഗാസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു എങ്കിൽ പോലും ഇപ്പോഴും ഇസ്രായേൽ സൈന്യം നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഹമാസ് ഭീകരർ. ഏതാണ്ട് 200ഓളം പേർ ഇപ്പോഴും ഇതിനകത്ത് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇവരെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ചെറിയ അഭിപ്രായ ഭിന്നത നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇവരെ എത്രയും വേഗം വധിക്കുക എന്നുള്ളത് തന്നെയാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേസമയം അമേരിക്ക പലതവണയായി ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇവരെ സുരക്ഷിതരായി പോകാൻ അനുവദിക്കുക, ഇനി ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്നവർ ഉറപ്പ് തരും, അങ്ങനെ അവരെ പോകാൻ അനുവദിക്കണമെന്നാണ്. ഹമാസിൻ്റെ നേതാക്കളിൽ പലരും മധ്യസ്ഥ രാജ്യങ്ങളോടൊക്കെ തന്നെ ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇസ്രായേൽ ആകട്ടെ ഒരു തരത്തിലും ഇക്കാര്യത്തിൽ വിട്ടുവെച്ച് തയ്യാറല്ല എന്നുള്ള നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അമേരിക്ക ഇനി നാളെ ഒരു പക്ഷേ എതിർത്താൽ പോലും ഈ തുരങ്കങ്ങൾ തകർത്ത് ഭീകരന്മാരെ വധിക്കാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. കുറേ നാൾ മുമ്പ് ഏതാണ്ട് 4 ഭീകരന്മാരെ അവർ ഇത്തരത്തിൽ വധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർ ഈ തുരങ്കങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്ന സമയത്താണ് ഇസ്രായേൽ സൈന്യം അവരെ കണ്ടതും ഇവരെ വധിച്ചതും. ഇതേപോലെ ഒരു സംഭവം ഉണ്ടായത് ഇന്നാണ്. ഇന്ന് 5 ഹമാസ് തീവ്രവാദികളെയാണ് ഇത്തരത്തിൽ ഇസ്രായേൽ സൈന്യം വധിച്ചത്. ഇവർ റഫായിലുള്ള ഒരു തുരങ്കത്തിൽ നിന്ന്, ഈ തുരങ്കങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ തുരങ്കത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രാധാന്യം. അത്ര സൂക്ഷിച്ചാണ് ഹമാസ് തീവ്രവാദികൾ ഈ തുരങ്കങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഈ തുരങ്കങ്ങളിൽ നിന്ന് 5 തീവ്രവാദികളാണ് പുറത്തേക്ക് ഇറങ്ങിയത്. മാത്രമല്ല ഇവരുടെ കയ്യിൽ ആയുധങ്ങളും ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും നേരെ ആക്രമണം നടത്താൻ തന്നെ ലക്ഷ്യമിട്ടാണ് ഇവർ ഇറങ്ങി വന്നത് എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഗാസയുടെ മുകളിൽ ഇസ്രായേലിൻ്റെ ചാര വിമാനങ്ങളും ഡ്രോണുകളും ഒക്കെ തന്നെ സദാ ചുറ്റിക്കറങ്ങുന്നുണ്ട്. അവർ കൃത്യമായി നോക്കുന്നുണ്ട് താഴെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം. അങ്ങനെ ഗാസയുടെ മുകളിലുണ്ടായിരുന്ന ഒരു ഇസ്രായേലിൻ്റെ ചാര വിമാനം പെട്ടെന്ന് തന്നെ ഈ തുരങ്കങ്ങളിൽ നിന്ന് ഇവർ പുറത്തു വരുന്നത് കണ്ടെത്തുകയും ഇസ്രായേലിൽ തന്നെയുള്ള യുദ്ധവിമാനങ്ങൾക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകുകയും ചെയ്തു. പ്രിസിഷൻ അറ്റാക്ക് എന്ന് പറയുന്ന കൃത്യമായി ആളുകളിലേക്ക് തന്നെ ആക്രമണം നടത്തി 5 ഹമാസ് ഭീകരരെയും വധിക്കുകയും ചെയ്തു. നിമിഷങ്ങൾക്കുള്ളിലാണ് ഇതെല്ലാം സംഭവിച്ചത്. ഇവർ പുറത്തേക്ക് ഇറങ്ങുന്നു, മുകളിൽ നിൽക്കുന്ന ആ ചാരവിമാനങ്ങൾ ഇത് കാഴ്ച കാണുന്നു. യുദ്ധവിമാനങ്ങളോട്, മിസൈലുകൾ വഹിക്കുന്ന വിമാനങ്ങളോട് അവർ ആവശ്യപ്പെടുന്നു. അപ്പോൾ തന്നെ ഈ 5 പേരെയും വധിക്കുകയും ചെയ്യുന്നു. ഈ ഹമാസ് തുരങ്കങ്ങളിൽ താമസിക്കുന്ന ഭീകരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ തുരങ്കങ്ങളിൽ താമസിച്ച് മടുത്തു എന്നാണ് പറയപ്പെടുന്നത്. ഇനി കുറച്ച് പുറലോകത്തേക്ക് ഇറങ്ങണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. കൊല്ലപ്പെടുമെന്ന് ഭയന്നാണ് പലരും ഇപ്പോഴും അതിനകത്ത് തന്നെ താമസിക്കുന്നത്. എന്നാൽ ചിലരാകട്ടെ രണ്ടും കൽപ്പിച്ച് ആയുധങ്ങളും എടുത്ത് ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് ഇസ്രായേലിൻ്റെ ചാരക്കണ്ണുകൾ അവരെ പിന്തുടരുന്നതും ഇത്തരത്തിൽ അവരെ ആക്രമിച്ച് വധിക്കുന്നതുമൊക്കെ തന്നെ. ഇന്നലെ വേറൊരു വിചിത്രമായ സംഭവം ഉണ്ടായത്, ഇസ്രായേൽ സൈന്യം നടത്തിയ പരിശോധനയിൽ ഒരു ഹമാസിൻ്റെ തുരങ്കം കണ്ടെത്തിയിരുന്നു. ഇതിന് 7 കിലോമീറ്റർ ദൈർഘ്യമുണ്ട് എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. 7 കിലോമീറ്റർ ദൂരമുള്ള ഒരു തുരങ്കമെന്ന് പറയുമ്പോൾ അത് നിർമ്മിക്കാൻ എത്ര സമയമെടുത്തു എന്ന് നമ്മൾ ആലോചിക്കണം. ഇതിന് ഏതാണ്ട് 82 അടി താഴ്ചയിലാണ് ഈ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഇതിനകത്ത് ഏതാണ്ട് 80ഓളം മുറികളുണ്ട് എന്നാണ് പിന്നീട് സൈന്യം നടത്തിയ പരിശോധനയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 80 മുറികളുള്ള 7 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു തുരങ്കം ജനവാസ മേഖലയുടെ അടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഓർക്കണം. അവിടെ സ്കൂളുകളും ആശുപത്രികളും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളുടെയും അടിഭാഗത്തായിട്ടാണ്, ഭൂമിക്കടിയിലാണ് ഈ തുരങ്കം ഇവർ നിർമ്മിച്ചിരുന്നത്. ഏതായാലും അതിനെ തുരങ്കം അവർ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ തുരങ്കങ്ങൾ എവിടെ നിന്ന് കണ്ടുപിടിക്കുക, അതിനെ ഇല്ലാതാക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം ഗാസയിൽ എവിടെയൊക്കെയാണ് തുരങ്കങ്ങളുള്ളത് ശരിക്കും ഹമാസിൻ്റെ നേതാക്കൾക്ക് പോലും അറിയില്ല എന്നാണ് പറയപ്പെടുന്നത്. അത്രയും സുശക്തമായ രീതിയിൽ, അത്രയും വിപുലമായ രീതിയിലാണ് ഇവർ ഈ തുരങ്കങ്ങൾ ഭൂമിക്കടിയിൽ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തുരങ്കങ്ങൾക്കുള്ളിലെ ഭീകരന്മാരെ പുറത്തെത്തിക്കുക എന്ന് പറയുന്നത് ഇവർ സ്വമേധയാ പുറത്ത് വരുമ്പോൾ മാത്രമാണ് അവരെ പെട്ടെന്ന് പിടികൂടാൻ കഴിയുക. അതല്ലാതെ ഈ തുരങ്കങ്ങൾ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവിടേക്ക് ആക്രമണം നടത്തി അവരെ വധിക്കാൻ കഴിയും. പക്ഷേ തുരങ്കങ്ങൾ അത്രയും ബുദ്ധിപൂർവ്വം, വളരെ തന്ത്രപൂർവ്വമാണ് ഈ ഹമാസ് തീവ്രവാദികൾ അന്ന് നിർമ്മിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ ഇസ്രായേൽ സ്വീകരിച്ചിരുന്ന നയമാണ് കുറച്ചുകൂടെ പ്രായോഗികമെന്ന് പറയാം. കാരണം ആകാശത്ത് ചാര വിമാനങ്ങളും ഡ്രോണുകളും എല്ലാം നിൽക്കുന്നുണ്ട്. ഈ തുരങ്കങ്ങളിൽ നിന്ന് ഇവർ പുറത്ത് വന്നാൽ ആ സെക്കൻഡ് ഇവരെ ആക്രമിക്കുക, വധിക്കുക എന്നുള്ളത് മാത്രമേ അവരുടെ മുന്നിലുള്ളൂ. അതല്ലെങ്കിൽ തുരങ്കങ്ങൾ എവിടെയെന്നവർ കണ്ടുപിടിക്കാൻ കഴിയണം. കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ആ തുരങ്കത്തിലേക്ക് നേരിട്ട് ആക്രമണം നടത്തി അവരെല്ലാവരും വധിക്കാൻ കഴിയും. മാത്രമല്ല അമേരിക്ക നിരന്തരമായി ഇപ്പോഴും ഇസ്രായേൽ മേലെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അടുത്ത വർഷം ജനുവരി 1-ാം തീയതി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താനും ന്യൂയോർക്കിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനും ഒക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവിടേക്ക് പോകുന്നുണ്ട്. ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അമേരിക്ക ഇസ്രായേലിനെ നിർബന്ധിക്കുമോ എന്നുള്ളൊരു സ്വാഭാവികമായ സംശയം അവിടെ ഉയരുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിനെ തീർക്കുക തന്നെയാണ് അവരുടെ ലക്ഷ്യം. അതിനായി ഈ തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഹമാസ് തീവ്രവാദികളെ പുകച്ച് പുറത്ത് ചാടിക്കുക, എന്നിട്ട് വധിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ മുന്നിലുള്ള ഏക പോംവഴി. തുരങ്കങ്ങൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാത്രത്തോളം കാലം ഇവർ പുറത്തിറങ്ങാൻ കാത്തിരിക്കേണ്ടി വരും. അതിന് ഇസ്രായേൽ തയ്യാറാണ്. എത്ര നാളുകൊണ്ടെങ്കിലും കാത്തിരിക്കും. കാരണം ഏതാണ്ട് 200ഓളം
ഹമാസ് ഭീകരർ മാത്രമാണ് ഇതിനകത്ത് ഉള്ളതെന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. ബാക്കി പലരും കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കണ്ടെത്തിയ ഈ 7 കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്കത്തിനുള്ളിലാണ് യാഹ്യ സിൻവറിൻ്റെ സഹോദരനായ മുഹമ്മദ് സിൻവർ ഒളിച്ചിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഹമാസിൻ്റെ നീണ്ട നിര നേതാക്കൾക്കായി ഭൂമിക്കടിയിൽ പോലും അത്യാഡംബര സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നതെന്നാണ് പിന്നീട് പരിശോധിച്ചപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന് മനസ്സിലാക്കാനും കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഈ ഹമാസിൻ്റെ തുരങ്കങ്ങൾ ലക്ഷ്യമിട്ട് തന്നെയായിരിക്കും ഇസ്രായേൽ മുന്നോട്ട് നീങ്ങുക. അവരുടെ യുദ്ധവിമാനങ്ങളും അതുപോലെ കണ്ണുകളുമൊക്കെ തന്നെ സദാസമയവും ഗാസയെ ചുറ്റിപ്പറ്റി തന്നെയായിരിക്കും. ഒരു നേരിയ ചലനം പോലും കണ്ടെത്താൻ അവർക്ക് കഴിയും. അങ്ങനെ ഈ ഹമാസ് തീവ്രവാദികൾക്ക് അന്ത്യം കുറിക്കാൻ കഴിയും എന്നാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത്.